അടുത്തത് ഇത് റിലേറ്റ് ചെയ്തുള്ള ഒരു തിയർ ആണ്. എ സബ്സെറ്റ് എസ് ഓഫ് വി ഈസ് ഇൻഡിപെൻഡന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി മൈനസ് എസ് ഈസ് കവറിംഗ് ഓഫ് ജി. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതായത് വി എന്ന് പറയുന്ന ഒരു ഗ്രാഫിന്റെ വി എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റിന്റെ സബ്സെറ്റ് ആണ് എസ്. വിയുടെ സബ്സെറ്റ് ആണ് എസ് എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെ ഈ എസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് വി മൈനസ് എസ് ഈസ് എ കവറിംഗ് ഓഫ് ജി. അതായത് വി മൈനസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റ് നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെറ്റ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ അതൊരു കവറിംഗ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് കവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഈ ഒരു ജിയിലെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും ആ എഡ്ജിന്റെ ഒരു എൻഡ് വെർട്ടെക്സ് എങ്കിലും എവിടെ ഉണ്ടാവും? ഈ വി മൈനസ് എസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ തിരിച്ചും വി മൈനസ് എസ് ഒരു കവറിംഗ് ആണെങ്കിൽ എന്താണ്? ജിയുടെ ഒരു കവറിംഗ് ആണെങ്കിൽ എസ് ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെയാ പറയാം? അപ്പൊ പ്രൂഫിൽ എന്താണ്? ഫസ്റ്റ് എന്താ അസ്യൂം ചെയ്യുന്നത്? എസ് ഈസ് എ ഇൻഡിപെൻഡന്റ് അല്ലെ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് എപ്പോഴും ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഡെഫിനിഷൻ അനുസരിച്ച് എസ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ടു വെർട്ടിസസ് ഇൻ എസ് ആർ അഡ്ജസന്റ് ഇൻ ജി. അതെന്താണ്? എസിന്റെ ഡെഫിനിഷൻ ആണ്. എസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എസിലുള്ള ഒരു വെർട്ടിസസും ജിയിൽ എന്തല്ല അഡ്ജസന്റ് ആവില്ല. അതിന്റെ മീനിങ് എന്താ? എവരി എഡ്ജ് ഓഫ് ജി മസ്റ്റ് ബി ഇൻസിഡന്റ് ടു എ വെർട്ടെക്സ് ഓഫ് വി മൈനസ് എസ്. ശരിയല്ലേ? കാരണം എന്താ? ഇൻഡിപെൻഡന്റ് ആവില്ല. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നേരത്തെ അതേ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇതിലെന്താണ്? എസ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ് എന്നാണ് നമ്മുടെ അസ്യൂം ആണെങ്കിൽ. ഇപ്പോ നേരത്തെ ഇതിൽ എക്സും വൈയും, ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്. എക്സും വൈയും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഈ മൊത്തം വെർട്ടെക്സിൽ നിന്ന് എക്സും വൈയും ഒഴിവാക്കുക, നമുക്ക് എന്ത് കിട്ടും? യു വി ഡബ്ല്യു കിട്ടും. അതെന്താണ്? ഒരു കവറിംഗ് ആണ്. കാരണം എന്താ? ഇതിലെ വേറെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു എൻഡ് വെർട്ടിസസ് ആയിട്ട് അത് വരും. അപ്പോൾ ഈ ഒരു എസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതെന്താണ്? എസ് എന്താണ്? അതിലെ എസിലെ രണ്ട് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാൽ അത് അഡ്ജസന്റ് ആവില്ല, ജിയിൽ അഡ്ജസന്റ് ആവില്ല. അതിന്റെ മീനിങ് എന്താണ്? എവരി എഡ്ജ് ഓഫ് ജി മസ്റ്റ് ബി ഇൻസിഡന്റ് ടു എ വെർട്ടെക്സ് ഓഫ് വി മൈനസ് എസ്. വി മൈനസ് എസ് കൺസിഡർ ചെയ്യുക. അതായത് ഇത് രണ്ടും ഒഴിവാക്കിയിട്ടുള്ള ബാക്കി മൂന്നെണ്ണം വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഏത് എഡ്ജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു എൻഡ് വെർട്ടിസസുകൾ എവിടെ ഉണ്ടാവും? ഈ വി മൈനസ് എസിൽ ഉണ്ടാവും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഇത് ഇഫ് ആൻഡ് നോട്ട് ഹാപ്പൻ ചെയ്യണ എന്താണ്? വി മൈനസ് എസ് ഈസ് എ കവറിംഗ് ഓഫ് ജി ആവണം. അപ്പോഴാണ് കവറിംഗിന്റെ ഡെഫിനിഷൻ ആണല്ലോ അത്. അതുപോലെ തന്നെ ഇതേ സാധനം എന്താണ്? ഇതിന്റെ കോൺവേഴ്സ് പാർട്ടും ഇത് തന്നെയാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. വി മൈനസ് എസ് ഒരു കവറിംഗ് ആണെങ്കിൽ എന്താണ്? അല്ലെ, വി മൈനസ് എസ് കവറിംഗ് ആണ്. അപ്പൊ എന്താണ്? ഇതിലുള്ള ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു എൻഡ് എവിടെ ഉണ്ടാവും? ഇൻസിഡന്റ് ടു വി മൈനസ് എസ് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ എസ് എന്താവും? ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിട്ട് വരും. അപ്പൊ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ആയിട്ട് വരും. ഇതാണ് ഈ ഒരു തിയറം വരുന്നത്.